നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ. നിങ്ങൾക്കെല്ലാവർക്കും ഷാ വിഷയിൽ സ്വാഗതം. ബഹുമാനി, ടൈം ആൻഡ് ടൈഡ് വിൽ നോട്ട് വെയിറ്റ് നൺ എന്നൊരു പഴയമൊഴിയുണ്ട്. സമയസന്ദർഭം ആരും കാത്തിരിക്കില്ല. ഇപ്പോൾ UDF സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ചെറിയൊരു അനുകൂല കാലാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് UDF മഹത്വം കൊണ്ടല്ലെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞു. LDF അല്പം ബുദ്ധിമോശം കൊണ്ടാണ്. അതിനെക്കുറിച്ച് രണ്ട് വാക്കുകൾ പറയുന്നത്. അതിന് മുൻപായിട്ട് ബംഗ്ലാദേശിൽ എന്തോ ചില പ്രശ്നങ്ങളുള്ളതായിട്ട് മനസ്സിലാക്കുന്നു. കൃത്യമായിട്ട് അറിയില്ല. എന്ത് പ്രശ്നമായാലും ശരി, എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി, അവിടുത്തെ ഒരു അമുസ്ലിം സഹോദരനെ എന്ത് കാരണത്തിന് പേരിലാണെങ്കിലും ആക്രമിക്കുകയോ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിനെ സപ്പോർട്ട് ചെയ്യാനോ അനുകൂലിക്കാനോ ഒരു ഇന്ത്യക്കാർ എന്ന നിലയിൽ, ഒരു മുസ്ലിം എന്ന നിലയിൽ എനിക്കും എൻ്റെ ഗ്രൂപ്പിനോ അത് സമ്മതിക്കാൻ പറ്റില്ല. കൊല ഒന്നിനും പരിഹാരമല്ല. തെറ്റുണ്ടെങ്കിൽ തിരുത്താം, അത് കുഴപ്പമില്ല. മറ്റ് രണ്ട് കൂട്ടും പറയുന്ന പോലെ സംഭവം അതുപോലെ നല്ല സംഗതി വ്യത്യസ്തമാണ്. എങ്കിലും രണ്ട് കൂട്ടും അതിൽ കുറേയൊക്കെ കാര്യം ഉണ്ടായിരിക്കും. ഇന്നൊരാൾ പറഞ്ഞ് 27% ഹിന്ദുക്കളുണ്ടായിരുന്നു 74 ബംഗ്ലാദേശിൽ, 74 രൂപീകരിച്ച്. ഇന്നത് 7% കുറഞ്ഞു എന്നൊക്കെ. അത് കണക്ക് കൃത്യം നമുക്ക് അറിയില്ലെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ വിഷയത്തിൽ കടന്നാൽ, ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചില രീതികൾ അവർ ആ ഒരു സാഹചര്യം അവർക്ക് ഉണ്ടായതാണ്. അത് ആരും ഉണ്ടാക്കിയതല്ല, ആയിപ്പോയതാണ്. വെച്ചാൽ മുസ്ലിങ്ങൾ 40% വരുന്ന മുസ്ലിങ്ങൾ ഇത്തവണ UDF വിജയിപ്പിച്ചില്ലെങ്കിൽ LDF നിലനിൽക്കില്ല. അപ്പോൾ LDF നിലനിൽക്കണമെങ്കിൽ ഇത്തവണത്തെ ഇലക്ഷനിൽ UDF ജയിക്കുകയും തദ്വാര അതിൻ്റെ ഫലമായിട്ട് LDF നിലനിൽക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ UDF നശിക്കും, LDF നശിക്കും. ബംഗാൾ പോലെ അല്ലെങ്കിൽ ത്രിപുര പോലെ നശിച്ചു പോകും. നശിക്കാൻ പാടില്ല എന്നുകൂടി ചിന്തിക്കുന്നുണ്ടും പിന്നെ ഏകപക്ഷമായിട്ട് പെട്ടെന്ന് BJP അധികാരത്തിൽ വരുമെന്നുകൂടി ചിന്തിക്കുന്ന ബഹുഭൂരിപക്ഷമെന്ന മുസ്ലിം സമുദായമാണ് കേരളത്തിൽ. അങ്ങനെ ചിന്തിക്കുന്ന മറ്റു സമുദായങ്ങളുണ്ടില്ലെന്നില്ല. അവർക്ക് ഏതൊരു വോട്ടും നല്ല ഉണ്ട്. ആ വോട്ടിംഗ് പാറ്റേണിനെ കുറിച്ച് പറയുമ്പോൾ സതീശൻ ജിയും എല്ലാ ജിമാരും മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലത്തെ സംഭവം അൻവറിനെയും ജാനുവിനെയും വിഷ്ണുവിനും സുരേഷിനും അങ്ങോട്ട് 3 പേരെയും UDF അംഗമാക്കിയില്ലെങ്കിൽ സെലക്ട് അതായത് എന്താ പറയുന്നത്, ഒരു ക്ഷണിതാക്കളെ അംഗീകരിച്ചു എന്നാണ്. അവിടെ ശ്രദ്ധിക്കുന്ന ചില പോയിന്റുകൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്, മുരളീധരനോട് ചോദിക്കുന്നത്. മുരളീധരന് തൊട്ടേനും പിടിച്ച് അഭിപ്രായം പറയുന്നുണ്ട്. ഞങ്ങൾ ഇന്നാൾ പറഞ്ഞു, മുരളിക്ക് അങ്ങനെ അഭിപ്രായം പറയുന്നത് എന്താണ് മുരളി സാർ അവകാശം? നിങ്ങളിപ്പോൾ KPC പ്രസിഡന്റാണോ പ്രതിപക്ഷ നേതാവാണോ? രണ്ടുമല്ലല്ലോ. പ്രതിപക്ഷ നേതാവ് KPC പ്രസിഡന്റും പ്രതിനിധിനടുത്ത് മുൻ KPC പ്രസിഡന്റ് കാരണം വെച്ച് നിങ്ങൾ എന്താണ് കയറി ഹെഡ് ചെയ്യുന്നത്? അറിയോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ആരാണ് കോൺഗ്രസിൽ? ഇവിടെ തെറ്റായിട്ട് ശരിയാകട്ടെ, പ്രതിപക്ഷ നേതാവുണ്ട്, ഒരു KPC പ്രസിഡന്റ്, അവരാണ് ഇടപെടേണ്ടത്. നിങ്ങൾക്ക് പാർട്ടി രാഷ്ട്രീയക്കാർ സഭ ചേരുമ്പോൾ നിങ്ങൾക്ക് അഭിപ്രായം പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിർദ്ദേശം ഉണ്ടെങ്കിൽ KPC പ്രസിഡന്റിനോടോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോട് പറയാം. അതിൽ കവിഞ്ഞ് എന്താണ് മുരളീധരന് പറയാൻ അവകാശം? എന്താണ് നിങ്ങൾ പവർ? കരുണാകരൻ നിലക്കോ അല്ലെങ്കിൽ മുൻ KPC പ്രസിഡന്റിലേക്കോ? അതിവിടെ എത്ര KPC പ്രസിഡന്റുമാരുണ്ട്? അതൊന്നും അങ്ങനെ കയറി ഹെഡ് ചെയ്ത്, അതുപോലെ ഉണ്ണിത്താനെ പോലുള്ളൊരു നിങ്ങൾക്ക് പാർട്ടിയെ നയിക്കുന്നത് പറയാൻ പാടില്ല. പാർട്ടിയുടെ നേതാക്കളെ അത് സംഭവിച്ചു. ഇപ്പം നയിക്കുന്ന 2 വ്യക്തിത്വം, ഒന്ന് KPC പ്രസിഡന്റ്, നിങ്ങളോട് തിരഞ്ഞെടുത്തല്ലേ, നോമിനേറ്റ് ചെയ്തല്ലേ, പിന്നെ പ്രതിപക്ഷ നേതാവ്. അവർക്ക് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ചൂണ്ടിക്കാണിക്കാൻ അവർ പുറത്താക്കാം, അത് കുഴപ്പമില്ല. അല്ലാതെ ഇതുപോലെ ഈ എടുക്കുകകൾ പൊട്ടിച്ച് വേണ്ട പക്ഷെ മുരളീധരൻ ഉണ്ണിത്താനൊക്കെ അതൊക്കെ പാർട്ടി ക്ഷീണം ചെയ്യും. പറഞ്ഞു വരുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾക്കറിയില്ല, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം.
കേരളത്തിൽ ആകെ 23% വരുന്ന ഈഴവ വിഭാഗത്തിൽ 80% വോട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് വർഷങ്ങളായിട്ട്. ഇത്ര പിണറായി കൊണ്ട് നിൽക്കുകയാണെങ്കിൽ 90% ചെയ്യാൻ തയ്യാറുമാണ്. അപ്പോൾ വെള്ളാപ്പള്ളി സഹായം അവർക്ക് ആവശ്യമില്ല. ആ വെള്ളാപ്പള്ളി സഹായം എന്ത് ചെയ്ത് പായസത്തിൽ കായം കലിക്കൂലേ? അതാണ് മണ്ടന്മാർ. മണ്ടത്തിൽ നമ്പർ 1. പിന്നെ നിങ്ങൾ ഹിന്ദു കാർഡ് കളിക്കുന്നു. എടോ പിണറായി സഖാവേ, നിങ്ങൾ EMS അല്ല. നിങ്ങൾ അത്ര വലിയ താത്വികനോ വലിയ ബുദ്ധിരാക്ഷസനോ ഒന്നുമല്ല. സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അല്പം ധാർഷ്ട്യമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയും, ഒരു നാളിൽ ഇറങ്ങില്ല. ഉപ്പുള്ളപ്പോൾ ഉപ്പിൻ്റെ ആവശ്യം ഉപ്പിലിട്ട് ആരെങ്കിലും എടുക്കുമോ? അങ്ങനെ കുറെ കാലം കോൺഗ്രസ് നടത്തി. അവരിപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്, കമ്മ്യൂണിസ്റ്റ് പേരെടുക്കുകയാണ്. കാരണം അത് മുസ്ലിങ്ങൾ വോട്ട് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർക്ക് വേറെ വഴിയില്ല. അവസാന വഴിയാണ് അവർ ആദ്യം എടുത്തിരിക്കുന്നത്. എന്താണ്? ഹിന്ദുക്കാർ വിളിക്കാതെ. അത് വിജയിക്കലെന്ന് ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ മനസ്സിലായല്ലോ. ഞാൻ വീണ്ടും കോൺഗ്രസിലേക്ക് വരുമ്പോൾ അങ്ങനെ 23% ഈഴവ വിഭാഗത്തിൽ 80% വോട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പിണറായി വരാണെങ്കിൽ 90% ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ വരുമ്പോൾ 100 വോട്ടർമാർ വന്ന് വോട്ട് ചെയ്യുമ്പോൾ UDF ആകെ കിട്ടുന്ന ഒരു ഈഴവൻ്റെ വോട്ടാണെന്നേ. ഇത് ഈ കോൺഗ്രസിലെ മണ്ടന്മാർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മണ്ടന്മാർക്കും മനസ്സിലാവില്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ അവൻ രാഷ്ട്രീയ മീമാംസ ആയിരിക്കണം, അവൻ ചിന്തകനായിരിക്കണം, അവൻ ഫിലോസഫിസ്റ്റ് ആയിരിക്കണം, അവൻ മനഃശാസ്ത്രജ്ഞനായിരിക്കണം, അവൻ ശാസ്ത്രജ്ഞനായിരിക്കണം. ഇത് അതിലുണ്ടോ? 100 വോട്ട് ചെയ്യുമ്പോൾ ഇന്നത്തെ രീതിയിൽ UDF കിട്ടുന്നത് ഈഴവയിൽ നിന്ന് ഒരൊറ്റ വോട്ടാണ്. ശ്രദ്ധ അവർ മനസ്സിലാക്കണം. വെറും മൊയ്തീൻ ഷാ പറയുന്നില്ല, ഇത് ബുദ്ധിരാക്ഷസന്മാരുടെ റിപ്പോർട്ടാണ്. ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. നായർ വിഭാഗം 9%. ഇപ്പോഴും ചില 12-13 കാണിച്ച് ലിസ്റ്റ് വരുന്നുണ്ട്. മുസ്ലിങ്ങൾ ഇപ്പോഴും 15% ഉള്ളൂ. കൊല്ലം 50 കഴിഞ്ഞിട്ടും ആ 15% നിൽക്കുകയാണ്. അതൊന്നും നല്ല കോട്ടെ. ആ 9% ലേറ്റസ്റ്റ് ഉള്ളത്. അതിൽ 50% വോട്ട് ചെയ്യുന്നത് ആർക്കാണ്? BJPക്കാണ് വർഷങ്ങളായിട്ട്. എന്നിട്ട് വേണ്ടത് ഇന്ന് കേരളത്തിലെ BJPയുടെ പ്രധാന വോട്ട് ബാങ്ക് അതുകൊണ്ട് നായേഴ്സാണ്. ഈഴവരൊന്നും ഇല്ല, വളരെ കുറച്ചുള്ളൂ. അപ്പോഴും ഏതാണ്ട് 110 വോട്ട് ചെയ്യുമ്പോഴേ ഒരു നായർ വോട്ട് UDF കിട്ടുന്നത്. വേഗം പറഞ്ഞു, ഒരു കയൽ കൊണ്ട് വേഗം പറഞ്ഞു തീർക്കാം. പിന്നെ ദളിതാണ്. എത്ര ശതമാനമുണ്ട്? 10% ഉള്ളൂ. അതൊരു 12 ദളിതും പിന്നെ പട്ടികവർഗം കൂടി 12. ഇപ്പം അതില്ല. അപ്പോൾ 8, 1.5% കുറഞ്ഞു ആദിവാസി അല്ലെങ്കിൽ ട്രൈബ്. 8% ദളിതും 1% ട്രൈബാണ്. ജാനുവിൻ്റെ പാർട്ടി ഇപ്പോൾ നോട്ട് ചെയ്യണം. 1.5% ജനസംഖ്യയിൽ ശ്രദ്ധിക്കണം. പിന്നെ ധീവര് ഒക്കെ ആയിട്ട് ചേർത്ത് ഒരു 3%, 100 പേര് നോക്കിയിട്ട് ഒരു വോട്ട് 3 പാർട്ടിയും കിട്ടും. ക്രിസ്ത്യൻസ് വോട്ട് ഏതാണ്ട് 15%, 5% കൺവേർട്ട് ചെയ്ത് 10%. അതിൽ ഇപ്പോൾ കുറച്ച് കമ്മ്യൂണിസ്റ്റ് പോവും, കുറച്ച് BJP കുറച്ച് പോയിട്ടുള്ളൂ. അത് ഉദ്ദേശികൾ കിട്ടിയിരുന്നില്ല. അപ്പോൾ ഏതാണ്ട് ഒരു 5, 6, 3, 2, 5 പോയിട്ട് 5, 6 പേര് 100 പേര് ഒന്ന് വോട്ട് ചെയ്യുമ്പോൾ 6 പേര് ക്രിസ്ത്യൻസ് കിട്ടും. ബാക്കി വോട്ട് കിട്ടുന്ന മുഴുവനും 100 വോട്ട് ചെയ്യുമ്പോൾ 40% മുസ്ലിങ്ങളിൽ നിന്ന് 3% മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന മുസ്ലിങ്ങൾ. അതായത് ഏത് മുസ്ലിമാണ്? നിരീശ്വരവാദികളും പിന്നെ മതമില്ലാത്തവരും ഒക്കെ ഉള്ള ചേർവാണ്. വെറും മുസ്ലിം നാമധാരി മാത്രമാണ്. അങ്ങനെ 3% ബാക്കിയുള്ള 40-ൽ 37% വോട്ട് ചെയ്യുന്നത് UDFിനാണ് എന്ന് പറഞ്ഞാൽ സതീശൻജി മനസ്സിലാക്കണം. 100 പേര് ഒന്ന് വോട്ട് ചെയ്യുമ്പോൾ 37 വോട്ട് ആർക്ക് കിട്ടും? UDF കിട്ടും. അത് 100 വോട്ട് വന്ന് 100 വോട്ടിൽ 200 പേര് വന്ന് വോട്ട് ചെയ്താലാണ് ഒരു വോട്ട് ആദിവാസിയിൽ നിന്ന് UDFിന് കിട്ടുന്നത്. ശ്രദ്ധിച്ച് കേൾക്കും സതീശൻജിക്ക് ഇതുപോലെ ക്ലാസ് എടുത്ത് പറയേണ്ടി വന്നതിൽ എനിക്ക് അങ്ങേറ്റ് ലജ്ജയുണ്ട്, നാണമുണ്ട്, ദുഃഖമുണ്ട്, അമർഷമുണ്ട്, ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്. കാരണം എങ്ങനെ പറഞ്ഞുതരാം, 1.5% ജനസംഖ്യയിൽ ജാനുവിൻ്റെ പാർട്ടി, ജാനുവിൻ്റെ വിഭാഗം ആദിവാസി സ്ത്രീയെ ബഹുമാനിക്കുന്ന എനിക്ക് സന്തോഷമുള്ളൂ, യാതൊരു തെറ്റില്ല. അവരെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല. പക്ഷെ കണക്കുകൾ പറയുമ്പോൾ ആദിവാസി നായരോ ചോരൊന്നുമില്ല. കണക്കായിരിക്കണം, അരിത്തമെറ്റിക്. ആ കണക്ക് പറയുമ്പോൾ
1.5% ജനസംഖ്യയിൽ ജാനുവിൻ്റെ പാർട്ടിയുള്ളത്. സതീശ ശ്രദ്ധിച്ച് കേൾക്കണം. വെറുതെ പിന്നെ ഓലപ്പാമ്പ് കാണിച്ച് 1.5% ജനസംഖ്യയിൽ ജാനുവിൻ്റെ പാർട്ടി. 1.5% എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് പോവും, കമ്മ്യൂണിസ്റ്റ് പോവും, BJP പോവും. അത് 3 പേർക്ക് തുല്യമായിട്ട് പോകുന്നു വിചാരിക്കുക. അപ്പോൾ എത്രയും 100 പേര് വോട്ട് ചെയ്യുമ്പോൾ 1.5 വോട്ടാണ് ആകെയുള്ളത്. അത് 3 ആക്കുമ്പോൾ 1/2 വോട്ടാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ സതീശൻജി ചോദിക്കണം. എന്ന് പറഞ്ഞാൽ കണക്ക് കേൾക്കുന്ന ബുദ്ധിയോട് ചിന്തിക്കണം. 1.5 കിട്ടുമ്പോൾ 200 പേര് വന്ന് വോട്ട് ചെയ്യുമ്പോഴേ 1 വോട്ട് ആദിവാസികളുടെ കിട്ടുന്ന കോൺഗ്രസിന്, UDFന്. ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ ഒരിക്കലും പറയാം, ജനസംഖ്യയിൽ ടോട്ടൽ 1.5% ആദിവാസികൾ അല്ലെങ്കിൽ ഈ ജാനുവിൻ്റെ സമുദായം. 1.5 വോട്ട് 3 ആക്കും 1/2 കിട്ടുള്ളൂ. അപ്പോൾ 100 വോട്ട് ആളൊന്ന് വോട്ട് ചെയ്താൽ 1/2 വോട്ടാണ് കിട്ടുന്നത്. 1 വോട്ട് UDF കിട്ടണമെങ്കിൽ 200 പേര് വന്ന് വോട്ട് ചെയ്യണം. 200 പേര് വന്ന് വോട്ട് ചെയ്യുമ്പോഴാണ് UDFന് ഈ ജാനുവിൻ്റെ പാർട്ടിയിൽ സമുദായത്തിൽ നിന്ന് 1 വോട്ട് കിട്ടുന്നത്. മറിച്ച് അൻവറിൻ്റെ പാർട്ടിയോ, അൻവറിൻ്റെ ഗ്രൂപ്പ് 100 വോട്ട് ചെയ്യുമ്പോൾ 37 വോട്ട് UDFനാണ് കിട്ടുന്നത്. 1:37. 200 1:32 72 72. 37 × 2 74. അപ്പോൾ 1:74 ജാനുവിൻ്റെ രാഷ്ട്രീയ ശക്തിയും അൻവറിൻ്റെ രാഷ്ട്രീയ ശക്തിയും താരതമ്യം ചെയ്യുമ്പോൾ. എന്നിട്ട് ഈ സതീശൻ പിന്നെ എങ്ങനെയാണോ സതീശ നിങ്ങളൊക്കെ ഞങ്ങൾ ഒരു മാന്യരെന്ന് പറയുന്നത്? എന്നിട്ട് ആ ജാനുവിൻ്റെ കൂടെ പിന്നെ കൃഷ്ണപുരം ഒരു പാർട്ടിയുണ്ട്, എവിടെയുണ്ടെങ്കിൽ ആരറിയുന്നു? മറ്റേ ഭൂമികേശ് ഉണ്ടായോട് ജാനുവിനെ കുറിച്ച് അറിയും. ഈ പുള്ളിക്ക് ആരറിയാം? ട്രിവാൻഡ്രത്തിൽ ലോക്കലെ കുറിച്ച് അറിയും. 3 കൂടി ഒരുമിച്ച് വെച്ചിട്ട് അൻവറും കൂടി ചേർത്ത് വന്നു. ഇത് ഈ മുസ്ലിം സമുദായത്തിലേ ഭണ്ടന്മാരല്ല. ഇന്നത്തെ എനിക്ക് കിട്ടിയ റിപ്പോർട്ടാണ്. ഞാൻ ആലോചിക്കുകയാണ്, മുസ്ലിം സമുദായത്തിൽ യുവത ഇത്രയും ചിന്താശീലും ബുദ്ധിശക്തിയും ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചുവാണ്. അപ്പോൾ എന്നെ പോലൊക്കെ അഭിമാനിക്കുക. കഴിഞ്ഞ 60 വർഷം മൊത്തത്തിൽ ജനങ്ങളെ ഉദ്ധരിച്ചതിൽ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ഉദ്ധരിച്ചതിൽ അതിന് റിസൾട്ട് കിട്ടുമ്പോൾ എനിക്ക് മാനസികമായിട്ട് അഭിമാനിക്കാം. പണം ഉണ്ടാക്കിയില്ല, സംഗതിയാണ്, സ്ഥാനമാൽ കിട്ടിയില്ല, പക്ഷേ ആ പ്രതികരണശേഷി വർദ്ധിപ്പിച്ചു, ബോധവൽക്കരണം വിജയിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, 3 പേര് ഒരുമിച്ച്. അത് ഏതുപോലത്തെ അറിയോ? സതീഷ് നാളെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ എൻ്റെ പുറത്തേക്ക് കയറണ്ട. ഇത് എൻ്റെ ഗ്രൂപ്പ് ആൾക്കാർ പറയുന്നത്, ഞാൻ പറയുന്നതല്ല. പണ്ട് VP സിംഗ് പ്രധാനമന്ത്രി ആയിക്കോ കേരളത്തിൽ സന്ദർശിക്കുന്ന ഒരു വാർത്തയുണ്ട്. VP സിംഗിൻ്റെ കൂടെ EMS ഉണ്ടായിരുന്നു. മനസ്സിലാക്കണം, VP സിംഗിൻ്റെ കൂടെ EMS ഉണ്ടായിരുന്നു. അത് മുൻപൊക്കെ EMSന്റെ പ്രധാന വാർത്തയാണ്. അത് കൂടെ ഏതുപോലെ അറിയോ? ഞാൻ സതീശോടും ഈ മൊഴിയോടൊക്കെ മനസ്സിലാക്കാൻ പറയാൻ, നിങ്ങളൊക്കെ എന്തിനാണോ 10-60 വർഷക്കാലം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചത്? വളരെ തുറന്ന മനസ്സോടെയും വളരെ പ്രസക്തമായി പറയണം. മലപ്പുറത്തൊരു SP ആയിരുന്നു മുഹമ്മദ്. മുഹമ്മദ് വീട്ടിൽ സർക്കിൾ ഇൻസ്പെക്ടർ വന്നു. സർക്കിൾ ഇൻസ്പെക്ടർ വന്നപ്പോൾ വാപ്പാട് ഇരിപ്പുണ്ട്. വാപ്പാട് ചോദിച്ചു, SP മുഹമ്മദ് സാറിൻ്റെ വാപ്പായാണോ നിങ്ങൾ ചോദിച്ചു. അപ്പോൾ വാപ്പ പറഞ്ഞ്, നോ. പിന്നെ നിങ്ങൾ ആരാണ്? എൻ്റെ മകനാണ് മുഹമ്മദ്. വല്ല വ്യത്യാസമുണ്ടോ? വല്ല മനസ്സിലാകുന്ന കോൺഗ്രസ്സുകാർ, കമ്മ്യൂണിസ്റ്റുകാർ, ലീഗുകാർ വല്ലതും മനസ്സിലാകുന്നുണ്ടോ? SP മുഹമ്മദിൻ്റെ മകനല്ല ഞാൻ, മുഹമ്മദ് വാപ്പായല്ല ഞാൻ. പിന്നെ ആരാണ്? എൻ്റെ മകനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അവിടെ വാപ്പാക്കാണ് പ്രാധാന്യം, മുഹമ്മദല്ല. MK കൃഷ്ണനാരായണ. അപ്പം മുഹമ്മദിൻ്റെ മകനല്ല, മുഹമ്മദിൻ്റെ വാപ്പായല്ല, വാപ്പായുടെ മകനാണെന്ന് വാപ്പാക്കാണ് പ്രാധാന്യം കൊടുത്തത്. അതുപോലെ ഞാനൊരു തമാശ പറയാം. ഞാൻ കൊടുങ്ങല്ലൂർ ഒരു പരിപാടിക്ക് യാത്ര ചെയ്ത് പോകുമ്പോൾ കാറിൻ്റെ സൈഡിലുണ്ട്. എന്നെ കണ്ടു അഹങ്കാരം തോന്നിപ്പോയിട്ടോ. സംഭവം യാഥാർത്ഥ്യം നിങ്ങൾ ഇഷ്ടം എങ്ങനെ ചോദിച്ചാൽ മതി. അപ്പോൾ കുറേ പേര് കൂടിയിട്ട് മമ്മൂട്ടിയാന്ന് ചോദിച്ചു വന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചു, നിങ്ങൾ മമ്മൂട്ടി പഠിക്കുന്നു? നോ
അത് പിന്നെ എന്നെ വിലയ്ക്ക് മമ്മൂട്ടി എന്ന് തമാശ തമാശ പറഞ്ഞാണ്. അതുപോലെ അവിടെ മുമ്പ് നല്ല പ്രാധാന്യം വാപ്പാക്കാണ്. അതുപോലെയാണ് ഈ അൻവർ വന്നിരുന്നപ്പോൾ അൻവറിൻ്റെ ഇതിന് ജാനുവിൻ്റെ കൂടെയും മറ്റേ വിഷ്ണുവിൻ്റെ കൂടെയും അൻവറും ചേർത്ത് പാർട്ടി കൂടി വിളിക്കുന്നു. ഈ അൻവറിനെ കളിയാക്കാൻ ഇതേക്കാൾ വേറെ എന്തെങ്കിലും ഉണ്ടോ? സതീശൻജി ഇത് ബുദ്ധിപൂർവ്വം കളിച്ചാണോ അത് മണ്ടനായിട്ട് കളിക്കുകയാണോ? മനസ്സിലാക്കുന്നില്ല കോൺഗ്രസ് നേതാക്കളെ, UDF നേതാക്കളെ. അതൊക്കെ ഈ സമുദായത്തിന് ഒരുപാട് അമർഷമുണ്ടെന്നേ. ചെറിയ വ്യത്യാസമുള്ളൂ UDF LDF തമ്മിൽ കേരളത്തിൽ, ചെറിയൊരു വ്യത്യാസമുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. 3% വോട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ അത്രയല്ല. അത് അങ്ങോട്ട് മാറാൻ ഇനി 5-6 മാസം ഒന്ന് മാറ്റിയെടുക്കാൻ LDFന് സാധിക്കും വിചാരിച്ചാൽ അപ്പം നിങ്ങൾ ഈ സ്വപ്നമൊക്കെ തകരും. നിങ്ങൾ മാന്യമായിട്ട് ഈ സമുദായത്തിന് മാന്യമായി അംഗീകാരം കൊടുത്തില്ലെങ്കിൽ, സത്യം പറയുന്നു, ദൈവത്തെ പിടിച്ച് സത്യം പറ്റില്ല, അള്ളാഹുവിനെ പിടിച്ച് സത്യം പാടില്ല. ഞങ്ങൾ കാര്യം സഹിതം പറയും, നിങ്ങൾ വെള്ളം കുടിക്കും, ഒരു സംശയമില്ല. ഇത്രയും സ്വാധീനമുള്ള അല്ലെങ്കിൽ അത് അതിനകത്ത് മലയാളി വാർത്തയിൽ മലയാളി ചാനൽ, വിദേശ ചാനലുണ്ടല്ലോ, വിദേശ മലയാളി, അയാൾ പറഞ്ഞാണല്ലോ അൻവർ കൊള്ളാത്തതാണ്. കൊള്ളാത്തതാണെങ്കിൽ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആരാണ് ഒരു നല്ല നേതാവുള്ളത്? ഞാൻ സഖാവ് AP വർക്കി പോലെ, AKG പോലെ, പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഉമ്മൻചാണ്ടി, പിന്നെ ഇത് AK പോലും പറയാതെ അത് കളഞ്ഞു കൊടുത്ത്. അങ്ങനെ നിസ്വാർത്ഥരും നിഷ്കളങ്കരും ആയ രാഷ്ട്രീയ നേതാക്കൾ ഇന്ത്യയിൽ ഒരാളുടെ പേര് പറയണോ? മലയാളി. നിങ്ങൾ അൻവർ കള്ളനാണ് കൊള്ളനാണ് ഒക്കെ പറഞ്ഞല്ലോ, ആയിരിക്കാം, മേബി, ഞാൻ കുറ്റപ്പെടുത്തില്ല. അപ്പോൾ 100 കോടി അണ്ടിക്കമ്മില്ല, 100 കോടിയിൽ അണ്ടി ഇറക്കുവത്തിൽ തട്ടിപ്പടുത്തിട്ട് ഇവിടെ 2 പാർട്ടിയോട് ചേർന്നിട്ട് അത് ഒതുക്കി കളഞ്ഞില്ലേ? കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ചേർത്ത്, ഒന്ന് കോൺഗ്രസ് INTUCയുടെ പ്രസിഡന്റ്, ഒന്ന് CPM ചേർന്നിട്ട് അത് പങ്കിട്ടെടുത്ത് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ പഞ്ചായത്തിൽ കളവ് നടക്കുക, 2 പ്രതിപക്ഷവും ഭരണപക്ഷവും പങ്കിട്ടെടുക്കുകയാണ്. കോർപ്പറേഷൻ ആണെങ്കിലും അതെ, പണങ്ങൾ ഓരോ രീതിയനുസരിച്ച് വീതിക്കുകയാണ്. പിന്നെ ആർക്ക് പരാതി? അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ തന്തവും അൻവറോട് നിങ്ങൾ വിളിച്ചത് എരിക്കും ഇരിക്കുക. അൻവറിൻ്റെ ഒരു പ്രത്യേകിച്ച് ഒരു സ്നേഹമില്ല. ഒരു മുസ്ലിമാണെന്നുള്ള പരിധിയാണ് ഞാൻ പറയുന്നില്ല, പക്ഷെ നീതി ലഭിക്കണം. അവിടെ പറയുന്നത് അൻവറിലും ബുദ്ധിമോശം കാണിച്ച് അത് നിങ്ങൾക്ക് മനസ്സിലായാൽ പാവടയിൽ പക്ക രാഷ്ട്രീയക്കാരെന്നല്ല, ബിസിനസ്സുകാരാണ്. ആ അൻവർ നിങ്ങൾ കാണിച്ചതാണ്. എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ടും സതീഷ ആ പുള്ളിക്കാരനും പരസ്യമായിട്ട് പറഞ്ഞല്ലേ ഞങ്ങൾ പോയിട്ടില്ല എന്ന്. എടോ അൻവർ സതീശനും മുരളീധരനും കേൾക്കുക, ഒരു പേജ് ഒരു കടലാസ് നിങ്ങളുടെ പാട്ടിൽ ചേരാൻ വരുമ്പോൾ നിങ്ങൾ എഴുതി വാങ്ങിക്കില്ലേ? ഞാൻ നിങ്ങളുടെ പാട്ട് ചെയ്തത്, എൻ്റെ നേതാവ് കറുത്ത സാറ്, ഇപ്പോൾ ഞങ്ങളിന്ന് സ്വീകരിക്കാൻ പോയ ആളല്ലേ പിന്നാന്ന്, രാമൻ കറുത്ത സാറ്, 97 വയസ്സുണ്ട്, വൈരാപുരം കോളേജിലെ പ്രൊഫസറായെന്നറിയാമല്ലോ. ആ കറുത്ത സാറ് ജനതാദൾ വിട്ട് പിന്നീട് എന്തോ കാരണം BJP അവിടെ നിന്ന് മാറി ഇപ്പോൾ CPM സെക്രട്ടറി. അന്ന് സെക്രട്ടറി പിണറായി സഖാവാണ്. പിണറായി സഖാവിനോട് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു ലെറ്റർ അയക്കും, ഞാനിങ്ങനെ പാർട്ടി പ്രവർത്തിക്കുന്ന താല്പര്യം ലെറ്റർ അയക്കും. ആ ലെറ്ററിൻ്റെ അടിയിൽ വേണം എനിക്ക് കൗണ്ടർ ചെയ്യാൻ. ഈടോ ഈ കൃഷ്ണപുരം രാജ്യമുണ്ടല്ലോ, അയാൾക്ക് നിങ്ങളെ മുന്നിട്ട് ചെയ്ത ഒരു ലെറ്റർ തന്നിട്ട് ലെറ്റർ പാഡിൽ ആ ലെറ്ററെങ്കിലും 10 സമയത്ത് കഴുതുകളെ പോലെ നിങ്ങൾ കാണിക്കാൻ പാടില്ലായിരുന്നു. എന്തിനാണ് മുകളിലേക്ക് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് വാസം ജീവിച്ചിരിക്കാൻ വന്നത്. നിങ്ങൾ വേണം ഇനി തല്ലിക്കൊന്നും എനിക്കൊരു കുഴപ്പമില്ല. സതീഷ് ഉൾപ്പെടെ പറയാണ്, നിങ്ങൾ ഒരു ലെറ്റർ നിങ്ങൾ കാണിക്കുക, പരസ്യം കാണിക്കാൻ TV ചാനലിന് മുമ്പിൽ. അപ്പോൾ നിങ്ങൾ നിസ്സായാവസ്ഥ മനസ്സിലാവില്ലേ? അത് കാണിക്കാനും വാക്കാൽ പറഞ്ഞു മുരളി. അതാണ് കഴിഞ്ഞ ദിവസം ഒരു ജയലക്ഷ്മിയായിട്ട് BJPയിലെ കൗൺസിലറാണ്, അവരെ കൊണ്ട് പാർട്ടി ചെയ്തുകൊണ്ട് വാർത്ത കൊടുത്ത് 21 മണിക്കൂർ മുമ്പായിട്ട് അവർ BJPയിൽ വീണ്ടും പോയി. എന്തത് പുള്ളകളിയാണോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്നവരെ 90% വരുന്ന പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങൾ കൂടി ആവശ്യപ്പെട്ടു അവർക്ക് ആത്മാർത്ഥ വിശ്വസിക്കാത്ത പ്രസ്ഥാനമാണ്. അതുപോലെ എല്ലാവർക്കും സവർണർക്ക് പ്രതീക്ഷിക്കുക, ഒരു കുഴപ്പമില്ല. അങ്ങനെ പ്രസ്ഥാനത്തിന് ആനുകൂല്യം പറ്റി കോടികൾ സമ്പാദിച്ച് നിങ്ങൾ കാണിക്കുന്നത് വൃത്തിയെ ചോദിക്കാൻ ഇവിടെ ആരുമില്ല. അന്തസ്സുള്ള ഒരു രാഷ്ട്രീയക്കാരൻ, നട്ടുള്ള രാഷ്ട്രീയക്കാരൻ, ഇവിടെ സതീഷ നിങ്ങൾ എന്താ അങ്ങനെ കാണിച്ചത്, ഇവിടെ മുരളി നിങ്ങൾ എന്താ കാണിച്ച് ചോദിക്കുക ഉണ്ടോ കോൺഗ്രസ്സിൽ ചോദിക്കുകയാണ്. ഞങ്ങൾ എവിടെ ചായ കുടിച്ച് ജീവിക്കുന്നതല്ല, ആത്മാർത്ഥമായിട്ട് പറയുന്നത്, സത്യസന്ധത പറയുന്നത്, നിഷ്പക്ഷമായിട്ട് പറയുന്നത്, സംഗീത മനോഭാവമല്ല മാനവിക രീതി എന്ന് പറയുന്നത്. ഒരു കുഞ്ഞുണ്ടോ കോൺഗ്രസ്സിൽ? ഇനി പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഭരണകക്ഷിയിൽ ഒരാൾ ചോദിക്കും പറയും, അത് ആരും മിണ്ടിയോ? കമ്മ്യൂണിസ്റ്റ് ഒട്ടേയും പിടിച്ചെടുക്കുക 10 സമയം നടത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇതുപോലെ വൃത്തിയായിട്ട് ഈ പ്രതിപക്ഷ നേതാവും
കോൺഗ്രസിനൊക്കെ വിളി ചെയ്തപ്പോൾ ആരും നിങ്ങൾ സംസാരിച്ചോ? ഇല്ല. അത് നിങ്ങളുടെ കാര്യത്തൊക്കെ ഒന്നാണ്. അപ്പോൾ കള്ളന് കാവൽക്കാരൊന്നാവും. ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്നതിൽ മരിക്കാൻ പാടില്ലേ? ഞങ്ങളുടെ ഗ്രൂപ്പ് 31 പേര് ഗ്രൂപ്പാണ് മനഃശാസ്ത്രമാരൊക്കെ. അവർ ചോദിക്കുന്നത് എന്താണ് ഇവർ കാണിക്കുന്നത്? കാണിച്ചോ? ഒരു കടലാസ് നിങ്ങൾ കാണിക്കാൻ പാടില്ല. ഇത് എഴുതി തന്ന കടലാസ്. എടോ 10-100 പേര് പണിയെടുക്കുന്ന ഒരു സ്ഥാപനമൊക്കെ നിയന്ത്രിക്കുന്ന ഞാൻ വെറും 4 കോൺഗ്രസ് മനസ്സിലാക്കണം. രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നതല്ല. ഒരു 10 പൈസ രാഷ്ട്രീയം നമ്മൾ ഉണ്ടാക്കുന്നില്ല. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയിൽ നിന്ന് നല്ല കിട്ടുന്ന ലാഭം നല്ല ശതമാനം മുടക്കാണ്. അപ്പോൾ എനിക്ക് തുറന്ന് ധൈര്യമായിട്ട് പറയാം, എനിക്ക് ആരുടെ സിമ്പതി ആവശ്യമില്ല. ഞാൻ വഴിയിൽ ചത്ത് കിടന്നാലോ അല്ലെങ്കിൽ അസുഖം വന്നാലും ഞാൻ ആരുടെ സിമ്പതി പോയില്ല. ആരെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടോളൂ, അല്ലെങ്കിൽ മക്കളാരും വന്ന് കൊണ്ട് മറവ് ചെയ്തോളും. അത് എനിക്ക് ഭയമില്ല. സത്യമാണ്. ഇത്രയും വലിയ ഒരാൾ രാജ്യം ഭരിക്കാൻ തയ്യാറായി നിൽക്കുന്ന VD സതീശനെ പോലെ, K മുരളീധരനെ പോലെ ആൾ ഈ ട്രിവാൻഡ്രത്തുകാരൻ ആൾ വന്ന് ഒരു പാർട്ടി ചേർന്ന് നിങ്ങൾ പത്രസമ്മേളനം നടത്തി അറിയിച്ചപ്പോൾ, പത്രസമ്മേളനം മാത്രം അറിയിക്കുക മാത്രമല്ല, അത് നിങ്ങളുടെ ഉന്നതാധികാര സമിതി പാസ്സാക്കിയെന്ന് പറഞ്ഞാൽ അവിടെ മാന്യന്മാരുണ്ടല്ലോ. ആ മാന്യന്മാർ ആരും ചോദിച്ചോ ഇത് കടലാസിൽ തന്നോ? അപ്പം അന്തമായൊരു എന്താണ് പറയുന്നത്, ഒരു ബഹുമാന ആദരവ് അത് വേണ്ട. അന്ധമായിട്ട് ആരും ആദരിക്കുക. പ്രതിപക്ഷ നേതാവല്ല മുഖ്യമന്ത്രിയിലും അന്ധമായിട്ട് ആദരിക്കുക വേണം. അന്ധമായിട്ട് ആദരിക്കുന്നവർ കള്ളന്മാരാണ്. മനുഷ്യത്വമുള്ള അന്ധമായിട്ട് ആദരിക്കില്ല. അമിത ആവേശം കാണിക്കും, അമിത വിധേയത്വം കാണിക്കുന്ന കള്ളന്മാരാണ്, അല്ലാത്ത വിധങ്ങളില്ല. അപ്പോൾ സതീശന് ഒരു കടലാസ് കാണിക്കാൻ പറ്റില്ലേ? അങ്ങനെയല്ല ഇത് എന്ന് കാണിച്ചോ? മുള്ളി കാണിച്ചോ? തത്തറയാകരുത്, കൂതറയാകരുത് പറയുമ്പോൾ മോശമാണ് കാണിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇലക്ഷൻ നടന്നല്ലോ, കോർപ്പറേഷൻ ഇലക്ഷൻ. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു, കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ BJP കൂട്ടൊന്നുമില്ല, കൂടില്ല, ഭരിക്കാൻ വേണ്ടി BJP കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടില്ലാത്ത കോൺഗ്രസ് പറഞ്ഞ്, മറ്റൊരു പറഞ്ഞ് BJPയും കോൺഗ്രസ്സായിട്ട് കൂടില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞ്. അത് പരസ്യമായിട്ട് പറഞ്ഞ് തെറ്റില്ലേ? ഉള്ളിൽ നിങ്ങൾ ശ്രമിക്കണ്ടോ? ട്രിവാൻഡ്രത്ത് മേയർ വരാതിരിക്കുമല്ല ശ്രമം നടത്തണുണ്ടോ? തൃപ്പൂർ നടത്തണുണ്ടോ? പാലക്കാട് നടത്തണുണ്ടോ? രാഷ്ട്രീയത്തിൽ 6000-ഓളം കോടി രൂപയാണ് BJPയുടെ സംഭാവന വാങ്ങിച്ച് കിട്ടിയത്. കോൺഗ്രസിന് 10% 500 മറ്റുള്ളവർക്ക് 1-2-10 കോടിയേ ഉള്ളൂ. അത്ര പണം ഏത് നിലയിൽ ഉണ്ടാക്കി രാജ്യത്തെ കവർന്നു വെക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് കേന്ദ്രത്തിലുള്ളത്. ഒരു സത്യസന്ധയിലും നീതിയില്ലാത്ത ഇത്. അപ്പോൾ നോക്കൊന്നും അഴിമതിയില്ല. ഗുജറാത്തിൽ യൂസഫ് അലി സാഹിബ് 350 ഏക്കർ വാങ്ങിച്ചിട്ട് 6000 കോടി 500 കോടി എത്ര 1000 കോടി എടുത്താണ്. അത് 1000 ഏക്കർ ഒറ്റ രൂപ വാങ്ങിച്ചാണ് പുള്ളിക്കാരൻ കൊടുത്തത്. അപ്പോൾ അഴിമതി ഇല്ലെന്ന് പറഞ്ഞ് നേരിട്ട് അഴിമതിയില്ല ഇതൊക്കെ. 350 ഏക്കറായിട്ട് 1000 കോടി രൂപക്കായിട്ട് വാങ്ങിച്ചപ്പോൾ യൂസഫ് അലിയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ 1000 ഏക്കർ കേവലം 1 രൂപ കൊടുത്താണ് ഈ കേന്ദ്ര ഗവൺമെൻറ്, അമിത്ഷായും ഇതും. അപ്പോൾ അവിടെ നിന്ന് അഴിമതി ഉണ്ടാവില്ലേ? എത്ര നടക്കുക? കോടികളുടെ കാര്യം നടക്കില്ല. ചോദിക്കാൻ പറഞ്ഞാൽ പിന്നെ ഒന്നും അറിയാൻ പറ്റില്ല, അതുപോലെ ബുദ്ധിമുട്ടാകും. എനിക്കത് താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് സതീശൻജി ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പിന്നെ മുരളീധരൻജി ആവശ്യമില്ലാത്ത പാർട്ടിയിൽ ഇടപെടരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജില്ലയിലാണ് ചാർജ്, ആ ജില്ല നിങ്ങൾ നോക്കുക. ട്രിവാൻഡ്രത്ത് പോയി നിങ്ങൾ വലിയ ആളാന്ന് നോക്കിയിട്ട് വേണം BJP ഇത്ര ഈസിയായിട്ട് അവിടെ വെച്ചത്. ഇത് ഏതെങ്കിലും ഒരു പച്ചമലത്ത് തെണ്ടികൾ എന്ന് പറയും. ഏത് തെണ്ടി രാഷ്ട്രീയക്കാർ പറയുന്നുണ്ടോ ഇങ്ങനെ സംഭവിച്ചെന്ന്? ഇല്ല, അവൻ പറയില്ല. അവന് മുരളീധരൻ പിണക്കാൻ പറ്റില്ല. അവർ MLA ആകണം, MND ആകണം, കഴിയുമെങ്കിൽ മന്ത്രി ആകണം. എന്ത് ചെയ്താലും എന്താ? ഇപ്പോൾ എത്ര വാലാട്ടികൾ നടപ്പുണ്ട് ദൈവമായിട്ട്, സതീഷൊക്കെ ദൈവമായിട്ട് കണ്ടുകൊണ്ട്. അവർക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഒരു സീറ്റ് കിട്ടണം, ഒരു MLA ആകണം, കഴിയുമെങ്കിൽ മന്ത്രി ആകണം. അതിൽ കഴിഞ്ഞ് ഒരു ലക്ഷ്യം ഉദ്ദേശിച്ചില്ല ഒരു പാർട്ടിക്കും ഇല്ല. ലീഗ് ഉൾപ്പെടെ ഒരു പാർട്ടിക്കും ഇല്ല. ഇത് കണ്ടു കേട്ട് ജനങ്ങൾ മടുത്തുന്നേ. അവർ നമ്മൾ ഇപ്പോൾ വിളിച്ച് പറയണം ഓരോരും ഇതൊക്കെ അനീതിയല്ലേ സാർ നടക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്നാണ്. നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇതൊക്കെ അടിച്ചുപൂട്ടി വല്ല പള്ളിയിലോ അമ്പലത്തെ പോയി ഭജനിക്കണം, അത് പറ്റയില്ല. ഞാൻ ആലോചിക്കണം, 200 പേര് വന്ന് വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ് സാധാരണഗതിയിൽ UDFൽ കിട്ടാൻ സാധ്യതയുള്ളത്, ജാനുവിൻ്റെ പാർട്ടി. മറ്റേ ആൾ ഇരിക്കാത്തി അതുപോലെ കപ്പാസിറ്റി പോയി ചെയ്തില്ല. അത് NGയിൽ ഘടകകക്ഷിയാണ്, ഞാൻ RSS ആണ്, ഇനി എൻ്റെ ഇത് മാറില്ലെന്നാലും പരസ്യമായിട്ട് പറയാണ്. ഇത് സതീശിൻ്റെ കാരണത്തോടെ തുല്യമായി പോയില്ലേ? എനിക്ക് വിഷമമുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവ് ഞങ്ങളിൽ കൂടിയാണ്. ഞാൻ ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ
രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവാണ്, ഞങ്ങളുടെ കൂടി നേതാവാണ്. സതീഷ് അതുപോലെയുണ്ട്. ആ സതീഷ് ഇതുപോലെ ആസാക്കി കളിയാക്കുമ്പോഴേ വാസ്തവത്തിൽ അഭിമാനമുള്ള രാജ്യസ്നേഹമുള്ള യഥാർത്ഥ പൗരന് നാണക്കേട് തോന്നുന്നുണ്ട്. അതാ ഇതൊക്കെ പറഞ്ഞത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നത് വിജയിതമെ പറ്റിയാണ്. അതിൽ പിന്നെ വിഴിച്ച് നടക്കാൻ ട്രിവാൻഡ്രത്ത് ഇലക്ഷൻ അതുപോലെ നടക്കും. അവിടെ എങ്ങനെയെങ്കിലും നിങ്ങൾ ആ സീറ്റ് അവിടെ BJPക്ക് സാധ്യയില്ല എന്ന് എല്ലാവർക്കും അറിയാം. LDFിനാണ് സാധ്യതകൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ കോൺഗ്രസ് ഒന്ന് കണ്ണടക്കണം. കാരണം കോൺഗ്രസിന് ഒരു സീറ്റ് കിട്ടിയത് ഭരിക്കാൻ പറ്റുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് കൂടുതൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കൂടുതൽ സാധ്യതകൾ കണ്ണടക്കണം. അപ്പോൾ അല്ലെ ആ ഒരു സീറ്റ് കിട്ടും, ഒന്നും കൂടി ചിന്തിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റില്ല. അതും കൂടി BJP കിട്ടുകയാണെങ്കിൽ ഭരണം പോവില്ലേ? ഇതൊക്കെ ആൾക്കാർ ചോദിക്കുന്നത്. അത് നിങ്ങൾ എന്ത് മറുപടി, എന്ത് ഒരു പരിഹാരം കാണുന്നത്, അല്ലേ എന്ത് തന്ത്രം ചോദിക്കുന്നുണ്ട്? അടവ് നയം. പല സ്ഥലത്തും അടവ് നയം ഉണ്ടല്ലോ. അഴിമതി ചെയ്യുന്ന കാര്യത്തിൽ എല്ലാവർക്കും അടവ് നയമുണ്ട്. ഞങ്ങൾ 100 കോടി രൂപ അണ്ടിക്കമ്മലിൻ്റെ 100 കോടി രൂപയാണ്. ഒരു കണക്കുമില്ലാതെ അതിൽ വർഷത്തെ 10-12 വർഷമായി. അതിൻ്റെ പേരിൽ INTUC പ്രസിഡന്റിന് ഒരു MLA ആകാൻ പറ്റിയില്ല. ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് MLA ആകാൻ. കഴിഞ്ഞ വർഷം പാർലമെന്റിലേക്ക് മത്സരം നോക്കി സീറ്റ് കൊടുത്തില്ല. ഇപ്പം MLA ആകാൻ നോക്കണ 100 കോടിയല്ലേ കിടക്കുന്നത്. അത് 50 കിട്ടിയാൽ 50 കോടിയില്ലേ? അതിൽ 5 കോടി എത്താൻ എന്താ പ്രയാസമല്ലേ? അപ്പം അതൊരു കോൺഗ്രസ്സുകാർ വിളക്കത്തിച്ച് പാണ്ടാക്കരുത്. ഉള്ള കഞ്ഞിയിൽ പാറ്റ വീഴ്ത്താൻ നോക്കണം. എല്ലാവർക്കും തുല്യനീതി വേണം. ആ കൂട്ടത്തിൽ ഈ സമുദായത്തും വേണം. മറ്റൊരു കാര്യം പയ്യാൻ നിർത്താം. കോർപ്പറേഷൻ, കൊച്ചിൻ കോർപ്പറേഷൻ മേരി ദീപ്തി വർഗീസ് ആക്കൂല വേറെ 2 പേർക്കും 2 ടേമായിട്ട് കൊടുക്കാതെ പറയുന്ന വാസമുണ്ട്. ഇവിടെ ആകെ 47 സതീഷാണ് നിയന്ത്രിച്ച് കോർപ്പറേഷൻ. സതീഷോട് ഞാൻ വ്യക്തമായിട്ട് മൊയ്തീൻ ഷാ നേരിട്ട് ചോദിക്കുകയാണ് ഉത്തരം. നേരിട്ട്, ഒരു വളവുമില്ല. നേരിട്ട് പോയി മനോരമ പോലെ ആകെ 47 പേര് ജയിച്ചു കോൺഗ്രസ് UDFിൽ. അത് 28 പേരും ലത്തീൻ കത്തോലിക്കാന്നാണ്. അപ്പോൾ മറ്റുള്ള ക്രിസ്ത്യാനി ഇല്ലേ? മറ്റ് സമുദായങ്ങളില്ലേ? നിങ്ങൾ എവിടെ നോക്കിയാണ് സ്ഥാനമാനം കൊടുത്തത്? ഞങ്ങൾ അന്ന് പറഞ്ഞ് പച്ച മലയാളത്തിൽ ജനസംഖ്യക്ക് ആനുപാതികമായ പിന്നെ റെപ്രസെൻറ്റേഷൻ കൊടുക്കണമെന്ന് അന്ന് ന്യായമായിട്ടും പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയോട് പറഞ്ഞ അതേ ഭാഷ നിങ്ങൾ പറയും. മാർക്സിസ്റ്റ് പാർട്ടി എന്താ പറഞ്ഞു? നിങ്ങൾ ഈ കളി അപകടമാണ്. EMS എല്ലാം ഉണ്ടായി. EMS കളി അന്ന് BJP 2-3% ഇന്ന് BJP 20% അത് തുല്യമായിട്ട് വരാണ്. അപ്പോൾ നിങ്ങൾ ഹിന്ദുക്കാട് വിജയിക്കില്ല എന്ന് പറഞ്ഞ് ഒരു നാഴിൽ ഇറങ്ങിയ പൊട്ടുമെന്ന് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ അവർക്ക് പാഠം മനസ്സിലായി. ഇപ്പോൾ അത് ഇന്നലെ കണ്ട് മുസ്ലിം സംഘടനയുടെ വിളിച്ചുകൂട്ടിയിട്ട് വേണ്ടത് മുഖ്യമന്ത്രിയൊക്കെ ചേമ്പറിലായിട്ട് അത് അടി കൊള്ളുമ്പോൾ ആൾക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ സതീഷാണെങ്കിൽ അടി കൊള്ളും, സതീഷിന് മനസ്സിലാവുള്ളൂ. അടിയൊന്നും ദേഹം ഉള്ളവച്ചാൽ കേട്ടോ ഈ തോൽവിയെ. പല പ്രാവശ്യം പറഞ്ഞില്ല നിങ്ങൾ. 28 പേര് ജയിച്ചിരിക്കുന്നത് ലത്തീൻ കത്തോലിക്കുന്നത് അവരുടെ ഭാഷ പറഞ്ഞു. തന്നെയല്ല, ഇവിടെ MP ആരാണ്? ലത്തീൻ കത്തോലിക്കല്ലേ. MLA ആരാണ്? ഇനി മേയർ ലത്തീൻ കത്തോലിക്ക കൊടുത്താൽ ഇത്രയും കാലം കോൺഗ്രസ് തകർന്ന് BJPക്ക് അധികാരം വന്നപ്പോൾ അവരോട് കൂടെ നിന്ന് മുന്നമ്പ കേസ് കൂടെ നിന്ന് ആനുകൂല്യം പറ്റിക്കുന്ന ക്രിസ്തീയ സഭകൾ കോൺഗ്രസ് ചെറിയൊരു വന്നപ്പോൾ അടുത്തെടുത്ത് തുടങ്ങി, അവകാശം ചോദിച്ചു തുടങ്ങി. അന്ന് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്തോ, അല്ലെങ്കിൽ ഒക്കെ പ്രശ്നത്തിൽ സഭ ഇടപെട്ട കാര്യം അവരെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമില്ല. അത് മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന കാര്യം. ആ സമുദായം ആ കാര്യത്തിൽ സഭ ഇടപെട്ടെന്തിന്? അപ്പോൾ ദുരുദ്ദേശമുണ്ട്. അങ്ങനെ BJPക്ക് അനുകൂലം നിന്ന് ദുരുദ്ദേശമുണ്ട് ചെയ്തെങ്കിലും ഇപ്പോൾ കണ്ടില്ല വടക്കേരിയിലൊക്കെ. അതൊക്കെ പോട്ടെ, ഞാൻ വിഷയം പറഞ്ഞില്ല. അത് ആരും മര്യാദ നിൽക്കണം. ഇപ്പോൾ വന്നുകൂടി കോൺഗ്രസിലേക്ക് പഴയ ആധിപത്യം. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ നിർത്താം. ഞാൻ രാഷ്ട്രീയ ജനതാദളിൻ്റെ കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റായിരുന്നപ്പോഴേ ഹൈക്കോടതിയിലേക്ക് റെയിൽവേയിലെ ഒക്കെയായിട്ട് ഒരാളെ ഞാൻ പേര് കൊടുത്തു. ആ പേര് ലാലുവിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ ഇരിക്കുന്നു, അദ്ദേഹം അവിടെ ഇരിക്കുന്നു. ആ ഫയൽ എടുത്തിട്ട് ഒപ്പിടാൻ വിളിച്ചാണ് സോണിയാഗാന്ധി ഓഫീസിൽ കോൾ വന്നു. സോണിയായിക്കൾ വിളിച്ച് ആരെങ്കിലും കളമശ്ശേരി ഒരു അച്ചായൻ്റെ പേര് പറഞ്ഞു. ലാലു ദേഷ്യപ്പെട്ട ഫയലുകൾ ഇട്ട്. അത് എന്നോട് ദേഷ്യപ്പെട്ടല്ല. ലാലു ഇല്ല, സോണിയാഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നാൽ ലാലിൻ്റെ മുമ്പിൽ മൊയ്തീൻ ഷാ അവിടെ ആരാവും? അത് കിട്ടിയില്ല. ആൾക്ക് കൊടുത്തു. ആൾ ബോർഡിൽ ഒന്നും വന്നല്ല പറഞ്ഞത്. ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ആളല്ല. പക്ഷെ മറ്റേ ആൾ പിന്നെ ഭാഗ്യവാനായതുകൊണ്ട് അയാൾ പിന്നെ ജഡ്ജിയൊക്കെ ആയി വലിയ നിലയിലൊക്കെ പോയി. അത് വേറെ കാര്യം. അപ്പോൾ ഇതാണ് അവസ്ഥ. അധികാരം കണ്ടു വന്നു കഴിയുമ്പോൾ പിന്നെ സഭയായി, ബന്ധുക്കളായി, പരിചയക്കാരായി. അന്ന് രാഹുൽ ഗാന്ധി പദയാത്ര നടത്തിയപ്പോൾ അദ്ദേഹമായിട്ട് നടത്തിയത് കന്യാകുമാരിയിൽ മടത്തി പോയി താമസിച്ചൊക്കെ. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഭ്യാസം എടുക്കരുത്.
മര്യാദക്കും സ്നേഹത്തിനും എല്ലാവർക്കും തുല്യ നീതി ലഭിച്ചാൽ നിങ്ങൾക്ക് നല്ല, അല്ലെങ്കിൽ ഇനിയും വർഷങ്ങളോളം പുറത്തേക്കേണ്ടി വരും, അങ്ങനെ ഇല്ലാതെ വരും. അങ്ങനെ വരുത്തരുതെന്ന് വിനയമായി ഒരു ഇന്ത്യൻ പൗരൻ നിലയിൽ സതീഷോടും കോൺഗ്രസ് നേതാക്കളോടും ഒക്കെ പറയാണ്. ഇത്രയും കാര്യം പറഞ്ഞ് ഞാൻ വാക്കിൽ നിർത്താൻ നിങ്ങൾക്ക് ഒരായിരുന്നു ചെയ്യുന്നു.